അങ്ങനൊരു സംഗതിയെ ധൈര്യപൂർവ്വം സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതായിരിക്കും ഈ നരിവേട്ടയുടെ ചരിത്രപരമായൊരു പ്രസക്തി എന്നാണ് വിചാരിക്കുന്നത്. ആ നിലക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ എടുക്കാൻ തീരുമാനിച്ച് അതിൻ്റെ കഥാകൃത്തും സംവിധായകനും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. മാത്രമല്ല അത് അങ്ങനെ ആയിരിക്കെ തന്നെ അതൊരു വളരെ പോപ്പുലർ ലാംഗ്വേജിൽ, ജനകീയമായ ഭാഷയിൽ വളരെ മികച്ച ക്രാഫ്റ്റിൽ ആ സിനിമ അവർക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ വൻ വിജയമായിട്ട് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ടൊവിനോ തോമസ് എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ സർവ്വ കഴിവുകളും പുറത്തെടുത്ത് നിറഞ്ഞാടുന്നു, ആദ്യാവസാനം നിറഞ്ഞാടുന്നു എന്നുള്ള നിലക്ക് വലിയ രീതിയിൽ അത് സ്വീകാര്യത നേടും. എന്നെ സംബന്ധിച്ച് ഓഫ് കോഴ്സ് ടൊവിനോ അദ്ദേഹത്തിൻ്റെ മാക്സിമം അതിനടുത്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ പോലീസ് ഓഫീസറായിട്ട് വേഷമിടുന്ന DIG കേശവദാസ് എന്നോ ഒരു പേരിൽ ചേരൻ, തമിഴ്നാട്ടിലെ ചേരൻ അതിനകത്ത് വരുന്നുണ്ട്. തമിഴിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹമാണ് മൊത്തം ഈ ഓപ്പറേഷന് ചുക്കാൻ പിടിക്കുന്നത്. നമ്മളെ മറ്റേ കഴിഞ്ഞ എമ്പുരാനിലെ മുന്ന എന്ന് പറയുന്ന കഥാപാത്രമില്ലേ, ഈ മുന്നയുടെ മറ്റൊരു ഒരു ഒഫീഷ്യൽ വേർഷൻ, ഒരു സ്റ്റേറ്റ് വേർഷൻ എന്ന് കൃത്യമായിട്ട് പറയാവുന്ന ആ കഥാപാത്രത്തെ കൊണ്ട് എന്താണോ എഴുത്തുകാരൻ ഉദ്ദേശിച്ചത്, സംവിധായകൻ ഉദ്ദേശിച്ചത്, അത് ശരിയാം വിധം മുന്നയെ കാണണമെങ്കിൽ നരിവേട്ടയിലെ ചേരനെ കണ്ടാൽ മതി എന്ന് പറയാവുന്ന പോലെ വളരെ വളരെ കോഡിയലായി നിന്നുകൊണ്ട്, വളരെ സൊഫിസ്റ്റിക്കേറ്റഡായി നിന്നുകൊണ്ട്, നല്ല ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ സംസാരിച്ചുകൊണ്ട്, പ്രൊഫഷണലായി സംസാരിച്ചുകൊണ്ട് ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ നൃശംസത പ്രൊഫഷണലായി നടപ്പിലാക്കുന്ന ഒരു ഗംഭീര മുന്ന അതിനെ അവതരിപ്പിക്കുന്നതിൽ ചേരൻ അതിഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും മലയാള സിനിമാ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു സിനിമ തന്നെയാണ് നരിവേട്ട എന്നാണ് വിചാരിക്കുന്നത്.